അപ്പോൾ ഈ പല്ല് സെറ്റൊക്കെ വെച്ചിരിക്കുന്ന ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഞാനൊരു 5 ടിപ്സ് പറഞ്ഞുതരാം. എങ്ങനെയാണ് അവരുടെ ഡെൻ്റൽ സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യേണ്ടത്, എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റണം എന്നൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡെയിലി ക്ലീനിങ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഈ ഡെഞ്ചർ ക്ലീൻ ചെയ്യണം. അത് ഒരു സോഫ്റ്റ് ബ്രിസിൽഡ് ബ്രഷ് വെച്ചിട്ട് ഡെഞ്ചർ ക്ലീൻ ചെയ്യാം. പിന്നെ മാക്സിമം ടൂത്ത് പേസ്റ്റ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ പല്ല് സെറ്റ് വൃത്തിയാക്കുമ്പോഴത്തേക്കും ടൂത്ത് പേസ്റ്റ് കൊണ്ട് ബ്രഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സാധാ നോർമലി ഒരു ബ്രഷ് മാത്രം കൊണ്ട് നമുക്ക് ബ്രഷ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹാൻഡിൽ കെയർഫുള്ളി. നമ്മൾ ഡെഞ്ചർ എന്ന് പറയുന്നത് ഫ്രജൈലായിട്ടുള്ളൊരു സാധനമാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യത ഉള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് വളരെ കെയർ ആയിട്ട് വേണം കൊണ്ട് നടക്കാനായിട്ട്. അടുത്ത സ്റ്റെപ്പാണ് സോക്ക് ഓവർനൈറ്റ്. ഈ പല്ല് സെറ്റൊക്കെ രാത്രി ആകുമ്പോഴത്തേക്കും വെള്ളത്തിൽ ഒരു ഡെഞ്ചർ ക്ലെൻസർ സൊല്യൂഷൻ കിട്ടും, അതിനകത്തിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ അവോയ്ഡ് ചെയ്യുക, നോർമൽ വാട്ടർ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ റെഗുലർ ചെക്കപ്പ് നല്ലതാണ്. നമ്മൾ ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ട് നമ്മുടെ ഈ ഡെഞ്ചർ വെച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മോണയ്ക്ക് പ്രശ്നമോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഇടയ്ക്ക് പോയി ഡെൻറ്റിസ്റ്റിനെ കണ്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഡെഞ്ചറിൻ്റെ ഫിറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് റീപ്ലേസ്മെൻറ്റ് സയൻസ്. അതായത് നമ്മളൊരു ഡെഞ്ചർ റീപ്ലേസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ആ ഡെഞ്ചർ വെച്ചിട്ട് ഒരുപാട് നാളായി ക്രോണിക് ഇറിറ്റേഷൻ, അതിൻ്റെ ഷാർപ്പ് എൻഡ് തട്ടിയിട്ട് ക്രോണിക് ഇറിറ്റേഷൻസ് മോണയിൽ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂൽ ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സൈൻ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഡെഞ്ചർ റീപ്ലേസ് ചെയ്യാം. പുതിയൊരു ഡെഞ്ചർ വെച്ച് കഴിഞ്ഞാൽ 5 ഇയേഴ്സ് കഴിഞ്ഞ് അത് റീപ്ലേസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.